നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ കനത്തതോടെ അന്തരീക്ഷ താപനിലയിലെ മാറ്റം കുരുമുളകിൽ ജലാംശത്തോത് ഉയർത്തി. മുളകിൽ 13% വരെ ജലാംശം സാധാരണയെങ്കിലും അതിലും ഉയർന്ന തലത്തിലേക്ക് നീങ്ങുന്നത് വാങ്ങലുകാരെ നിരക്ക് ഇടിക്കാൻ പ്രേരിപ്പിച്ചു. അതേസമയം ഉത്സവ സീസണിലെ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് കണ്ടെത്താനാവാതെ ഇടപാടുകാർ ടെർമിനൽ മാർക്കറ്റിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് നേരിട്ടിറങ്ങിയെങ്കിലും വൻകിട തോട്ടങ്ങൾ വിൽപ്പനയ്ക്ക് താൽപ്പര്യം കാണിച്ചില്ല. ഉൽപ്പാദകർക്ക് നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ മുളക് പിടിക്കുകയാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് 698 രൂപയിൽ വ്യാപാരം നടന്നു. കൊപ്ര വീണ്ടും ചൂടുപിടിക്കുന്നു. മാസാരംഭമെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം കുറഞ്ഞത് വ്യാപാര രംഗത്ത് മ്ലാനത പരത്തി. 2 ദിവസം കൊണ്ട് കാങ്കയത്ത് കൊപ്ര ക്വിൻ്റലിന് 550 രൂപ വർദ്ധിച്ച് 13,800 രൂപയായി. കൊച്ചിയിൽ ഇന്ന് 200 രൂപ കയറി 13,100 രൂപയിൽ വിപണനം നടന്നു. അതേസമയം തുടർച്ചയായ 3-ാം വാരവും ഇവിടെ വെളിച്ചെണ്ണ 22,200 രൂപയിൽ സ്റ്റഡിയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ അനുഭവപ്പെട്ടതിനാൽ റബ്ബർ വെട്ടിന് അവസരം ലഭിക്കാതെ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ നിന്നും വിട്ടുനിന്നു. മുഖ്യ വിപണികളിൽ ലഭ്യത കുറഞ്ഞതോടെ 4-ാം ഗ്രേഡ് കിലോ 270 രൂപയായി കയറി. ബാങ്കോക്കിൽ 271 രൂപയിൽ വിപണനം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.